അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ വീട് പറളിയിലാണ്. അംബികയാണ് പേര്. ഞാൻ മകളുടെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവൾ വീട്ടിൽ നിന്ന് വന്നു പോയിട്ട് 1 മാസമായി. അവൾ 5 ദിവസം ആകുമ്പോഴേക്ക് കുട്ടി വീണെന്ന് പറഞ്ഞു. കുട്ടി എങ്ങനെ വീണെന്നൊന്നും ആർക്കും അറിയില്ല. അവൾ ഒരു 11 വയസ്സായ പെൺകുട്ടീൻ്റെ അടുത്താണ് കുട്ടീനെ ആക്കിയത്. കുട്ടി ശോഭേൻ്റെ മുകളിൽ എത്തി വന്നു. ശോഭേൻ്റെ മുകളിൽ എങ്ങനെ വീണെന്നും അറിയണില്ല. പിന്നെ ഒരു രാവിലെ വീണിട്ട് പിന്നെ അവൾ പാൽ കൊടുക്കാൻ പോയപ്പോൾ 2 മണിക്കൂർ കണ്ടപ്പോൾ കുട്ടി ഒരേ ഛർദിയായിരുന്നു. ഛർദി കണ്ടപ്പോൾ പിന്നെ അവർ വേഗം പെരിന്തൽമണ്ണ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ അവിടെ പോയിട്ട് ഛർദി തന്നെ. പിന്നെ ഐസിയിൽ കിടത്തി. 3 ദിവസം ഐസിയിൽ കിടത്തി. ആ 3 ദിവസം കുട്ടി ഒരു ഛർദി. പിന്നെ മോള് ഓടി വന്നിട്ട് പറഞ്ഞു, അമ്മ ഞാൻ ഡ്രസ്സോടെ നനഞ്ഞിട്ടുണ്ട്. വന്നിട്ട് അവൾ ഒരേ കരച്ചിലായിരുന്നു. പിന്നെ ഡോക്ടർമാർ CT സ്കാൻ എടുത്തു 3 എണ്ണം. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അവളുടെ അടുത്തും ഞാനും 16/12 ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി, എൻ്റെ രോഗം കുട്ടീൻ്റെ രോഗം സുഖപ്പെടുത്തും പറഞ്ഞു. പിന്നെ വന്ന് ഇങ്ങനെ ഛർദ്ദിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനോട് നന്നായി പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ നന്നായി അമ്മ ഞാൻ ചെല്ലുന്നുണ്ട്, ഇനി മേല് ഛർദ്ദിക്കില്ല കുട്ടി പറഞ്ഞു ഞാൻ. പിന്നെ രാവിലെ വന്നിട്ട് പറഞ്ഞു, അമ്മ കുട്ടി ഇതുവരെ ഛർദ്ദിച്ചിട്ടില്ല പറഞ്ഞു. പിന്നെ 4ാമത്തെ ദിവസം പിന്നെ റൂമിലേക്ക് മാറ്റി. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. യേശുവിൻ്റെ നാമത്തിൽ നമ്മളങ്ങനെ പറയണം. പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ അത്ഭുതം നടക്കും. ത്രിത്വത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ത്രിത്വത്തിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ.